കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മറ്റുള്ളവരോ നന്നായിട്ട് മനസ്സിലാക്കാതെ വാക്കുകളുണ്ട് ഏട്ടനെ ഇങ്ങനെ വേദനിപ്പിക്കുമ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നല്ലവനും നിഷ്കളങ്കനുമായിരിക്കുന്നത് തെറ്റുപോലെ പാപം പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ടായേട്ടാ. താങ്ക്സ് ഭാവനെ, നീ എന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അതുപോലെ വസുവിനെ അഭിയെ നീ മനസ്സിലാക്കണം. സാഹചര്യം എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. അതുകൊണ്ട് നമ്മൾ എടുത്തു ചാടാനും പാടില്ല. ഞാൻ ആലോചിക്കട്ടെ ഏട്ടാ. എല്ലാം നല്ല രീതിയിൽ നടന്നാൽ എനിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു പുതിയ ഭാവനയെ കാണും. പുറത്തേക്ക് കൊണ്ടുപോയതിന് താങ്ക്സ് ചെറിയച്ച. നാളെ ഞങ്ങളെ കൊണ്ടുപോകും ചെറിയച്ച. ഡെയിലി ഞങ്ങളെ എങ്ങനെ കൊണ്ടുപോകണം ചെറിയച്ച? എനിക്ക് വേറെ ജോലിയുണ്ട് പിള്ളേരെ. അങ്ങനെ എന്നും പോകാനൊന്നും പറ്റില്ല. വല്ലപ്പോഴൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇത്രയും നേരം നിങ്ങൾ എവിടെയായിരുന്നു? ചെറിയച്ഛൻ ഞങ്ങളെ പുറത്ത് സാധനം വാങ്ങാൻ കടയിൽ കൊണ്ടുപോയതാ. ഉണ്ണിയോട് മത്സരത്തിൽ തോറ്റിട്ട് ചെറിയച്ഛൻ ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോയി. അതെ ചെറിയമ്മ, മത്സരത്തിൽ ചെറിയച്ഛനെ ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് തോപ്പിച്ചു കളഞ്ഞു. നന്നായിട്ടുണ്ടടാ. നിന്റെ അമ്മ ബുദ്ധി ഉപയോഗിച്ച് നിന്റെ വല്യച്ഛനെടുത്ത് കളഞ്ഞ് അവന്റെ ജോലി എടുത്തു. നീയും നിന്റെ ബുദ്ധി ഉപയോഗിച്ച് ചെറിയച്ഛനെ തോൽപ്പിച്ച് പുറത്ത് കടയിലേക്ക് പോയെന്ന് പറയുന്നു. ഈ വീട്ടിലേക്ക് ഭാഗ്യക്കേട് കൊണ്ടുവരുന്നത് അമ്മയും മോനും മാത്രമാ. കുഞ്ഞുങ്ങളുടെ മുന്നേ വെച്ച് എന്താ ഇളയമ പറയുന്നേ? ഉണ്ണി, അനു, കീർത്തി, നിങ്ങൾ പോയി കളിച്ചോ. ഗോ 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 ഗോ. എപ്പോ എന്ത് പറയണമെന്നും അറിയില്ലേ നിങ്ങൾക്ക്? എടുത്തി കണ്ടോ? രണ്ടാം മരുമകളും മോനും കൂടി എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നെന്ന്. ഏട്ടത്തിയുടെ മൂത്ത മോനെ ഇളയ മോനെയും ഒന്നിനും കൊള്ളാത്തവരാക്കി അവരെ ഉപയോഗിക്കുക. എടുത്തി ഇവന്റെ ജോലി അവള് തന്നെ ചെയ്യാന്ന് അഭിയോട് പറഞ്ഞ് ഭാസ്കർ മോന്റെ ജോലിയും കളഞ്ഞ് വീട്ടിലിരുത്തിച്ചു. വീട്ടില് വെറുതെ ഇരിക്കുന്നു പറഞ്ഞ അഖിലിനെ കുട്ടികളോടൊപ്പം പുറത്തേക്കു അയച്ചു. ഇനി നാളെ മുതൽ ഏട്ടനോട് ഏടത്തിയോടും അവള് ചിലപ്പോ ജോലി പറയും. എന്തായാലും കാറ്റിപ്പോ അവളുടെ പക്ഷത്തേക്കല്ലേ വീശുന്നത്. അപ്പൊ കാര്യങ്ങളൊക്കെ അവള് വിചാരിച്ചതുപോലെ നടക്കും. എനിക്കും കൂടി അത് വളരെ ബുദ്ധിമുട്ടാണമ്മേ. കുട്ടികൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് വസുവേട്ടത്തേക്ക് വാങ്ങിക്കൊടുത്തൂടെ? അഖിലിനോട് എന്തിനാ പറയുന്നേ? അഖിൽ എന്താ ജോലിക്കാരനാണോ? ഭാസ്കരേട്ടന്റെ ജോലി ഞാൻ ചെയ്യാമെന്ന് പറയാതെ ഭാസ്കരേട്ടൻ ചെയ്യുമെന്ന് അഭിയേട്ടനോട് പറയാമായിരുന്നല്ലോ. ഏട്ടനല്ലേ അതൊക്കെ ചെയ്യേണ്ടത്, അല്ലാതെ ഇവരല്ലല്ലോ ചെയ്യേണ്ടത്. അമ്മ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുകയല്ലേ? സങ്കടപ്പെടുക എന്നതല്ലാതെ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്താവോ ഏടത്തി, വന്ന് ഈ വീടിന്റെ അവസ്ഥ ഇനി എന്താവൂന്ന് എനിക്കറിയില്ല. ഏട്ടന്റെ ഏടത്തിയും ജീവനോടില്ലെങ്കിൽ അത് വേറെ കാര്യം. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഈ വീടിന്റെ അധികാരമൊക്കെ വേറൊരാൾക്ക് കിട്ടുകയെന്ന് വെച്ചാ വിചാരിക്കാൻ പോലും പറ്റുന്നില്ല. എന്തൊക്കെ ആയാലും അമ്മയും അച്ഛനും അല്ലേ ഇതൊക്കെ പറയേണ്ടത്. വസുവേട്ടത്തി പറയുന്നത് ശരിയാണോ? ഭാവനേട്ടത്തി എന്തുമാത്രം വിഷമിക്കുന്നു എന്നറിയാവോ? പാവം ഭാസ്കരേട്ടനും ഒരുപാട് ഹേർട്ടായിരിക്കുന്നു. അതന്നെ മോളെ, നിന്റെ അമ്മായി അമ്മാവൻ എത്ര പറഞ്ഞിട്ടും ഇവന്റെ ജോലിക്ക് പോവില്ല എന്ന് പറഞ്ഞു. എന്ത് വിഷമായി കാണാൻ അവൻ അങ്ങനെ പറയണെങ്കി. എന്തൊക്കെ പറഞ്ഞാലും വസുവേട്ടത്തി ചെയ്തത് വലിയ തെറ്റാണമ്മേ. അമ്മ ഇത് എന്താണെന്ന് ചോദിക്കണം. ഇല്ലെങ്കിൽ ആന്റി പറഞ്ഞതുപോലെ
വസുവേട്ടത്തി നാളെ അമ്മയോടും എന്തെങ്കിലും ജോലി ചെയ്യാനായി പറയും. മാറ്റടി, നിർത്തിക്കോ. നീ കൂടുതൽ പറഞ്ഞ നിന്റെ അമ്മായിക്ക് സംശയം തോന്നും. ഞങ്ങള് പറയാനുള്ളത് പറഞ്ഞെടുത്തി, ബാക്കിയുള്ളത് ഏടത്തിയുടെ ഇഷ്ടം. മാമോളെ കാർത്തികേ. ഇപ്പൊ സംഭവിക്കുന്നത് എന്താ? ഭാസ്കരേട്ടന്റെ നല്ലതിന് വേണ്ടി ഞാനീ ചെയ്യുന്നത്. പക്ഷെ എല്ലാവരും എന്നെ തെറ്റുകാരിയാക്കുന്നു. അമ്മ എന്നോട് ദേഷ്യപ്പെടുക, ചേച്ചി ഒന്നും സംസാരിക്കുന്നുമില്ല. ഇനി ഞാൻ എന്താ ചെയ്യാ? ഈ പ്രശ്നത്തിന് എങ്ങനെയാ ഒരു പരിഹാരം കാണുക? ഏട്ടൻ എന്താ ഈ സമയത്ത് വിളിക്കുന്നേ? ഇപ്പോഴല്ലേ ഓഫീസിലേക്ക് പോയത്? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഹലോ വസുന്ധര, താൻ വീട്ടിലാണോ? ആ അതെ ഏട്ടാ. ഈവന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ഫയല് ഞാൻ വീട്ടിൽ വെച്ച് മറന്നുപോയി. തിരിച്ചു വന്ന് എടുക്കാന്ന് വെച്ചാ മീറ്റിംഗിന് സമയമായിപ്പോയി. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ആ ഫയലിലുള്ള ഡോക്യുമെന്റ്സ് എടുത്തൊന്ന് സ്കാൻ ചെയ്ത് എന്റെ ഫോണിലേക്ക് ഒന്ന് അയക്കാമോ പ്ലീസ്? ആ അയക്കാം ഏട്ടാ, 2 മിനിറ്റ്. താങ്ക് യു. ഹലോ, വസുന്ധരയെ സെൻഡ് ചെയ്തായിരുന്നോ? ആ ചെയ്തായിരുന്നു. 1 സെക്കൻഡ്. താങ്ക്സ് അലോട്ട്. കിട്ടി കേട്ടോ. ഫോൺ വെക്കട്ടെ? 1 മിനിറ്റ്. എന്താ ഏട്ടാ? എന്താ താൻ ഡള്ളായിരിക്കുന്നത്? അത് ഒന്നുമില്ല ഏട്ടാ. എന്തോ പ്രശ്നമുണ്ടെന്ന് തന്റെ ശബ്ദം പറയുന്നുണ്ടല്ലോ. എനി പ്രോബ്ലം? അയ്യോ ഒരു പ്രശ്നമില്ല ഏട്ടാ. ആയിഷോ? അയ്യോ ഒന്നുമില്ല, ഞാൻ ഓക്കെയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇല്ല ഏട്ടാ, ശരിക്കും പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ ജോക്കായിട്ടൊരു കാര്യം പറയാം, താൻ കേട്ടോളൂ. പ്രോബ്ലം എന്ന് പറയുന്നത് കോഴിയുടെ കൂട് പോലെയാണ്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്യാതെ അതുപോലെ എടുത്തു വച്ചാൽ കോഴി നിറയെ മുട്ടയിടുന്നത് പോലെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നോട് ഷെയർ ചെയ്തോളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഞാൻ ഫോൺ വെക്കുവാണേ. സംതിങ് ഈസ് റോങ്. ഇന്നലെ വീട്ടിൽ നടന്ന ഇഷ്യൂ വസുവിനെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതവൾ ഒരുപാട് സഹിക്കുന്നുമുണ്ട്. എങ്ങനെയെങ്കിലും ഈ പ്രോബ്ലം വീട്ടിലെത്തി ഉടനെ തന്നെ സോൾവ് ചെയ്യണം. ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം. ഞാൻ കാരണം തുടങ്ങിയ പ്രശ്നം ഞാൻ തന്നെ സോൾവ് ചെയ്യണം. ഞാൻ പേടിക്കാൻ പാടില്ല. ധൈര്യമായിട്ടിരിക്കണം. ചേച്ചി, ടെറസിൽ ഉണക്കാനിട്ടിരുന്ന മുഴുവൻ തുണിയും എടുത്തായിരുന്നോ? എന്താ ചേച്ചി, ചേച്ചിയുടെ തുണികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ? മുകളിലെ എന്റെ അഭിയേട്ടന്റെ ഉണ്ണിയുടെ തുണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ചേച്ചി എടുത്തില്ലേ? അതൊന്നും ഇതുവരെ ഉണങ്ങിയിട്ടില്ല. എന്താ ചേച്ചി ഇത്? നമ്മൾ ഒരുമിച്ചല്ലേ തുണി ഉണക്കാനായിട്ട് കൊണ്ടിട്ടത്? ചേച്ചിയുടെ തുണി ഉണങ്ങി, എന്റെ തുണി എന്താ ഉണങ്ങാത്തെ? മനുഷ്യരെ എപ്പോഴും ഒരുപോലെ അല്ല ഇരിക്കുന്നത്. പിന്നല്ലേ കഴുകിയിട്ട തുണികളൊക്കെ. ചേച്ചി എന്താ ഇങ്ങനെ പറയുന്നേ? ഉള്ളത് തന്നെയാ പറഞ്ഞത്. ചേച്ചിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയും. മറ്റുള്ളവരെ പോലെ മനസ്സിൽ ഓരോന്ന് മറച്ചു വെച്ച് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് ഞാൻ അതുപോലെ പറയും. എന്താ ചേച്ചി എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? വേറെ രീതിയിൽ സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. ചേച്ചി വേറൊന്നും വിചാരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ? കേൾക്കാനുള്ള ആഗ്രഹവും ക്ഷമയും എനിക്കില്ല. അത് പറയേണ്ട കടമ എനിക്കുണ്ട്. കേൾക്കേണ്ട ആവശ്യം എനിക്ക് ഒട്ടുമില്ല വസു. അത് കേട്ടാലല്ലേ മനസ്സിലാകൂ. ഇതിൽ കൂടുതൽ മനസ്സിലാക്കാൻ ഒന്നുമില്ല. പ്ലീസ് ചേച്ചി, ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ എനിക്ക് സങ്കടം വരുന്നുണ്ട്. എനിക്ക് ആരെയും കരയിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല. പിന്നെ എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? വേറെ രീതിയിൽ സംസാരിച്ചാൽ നന്നാവില്ല, അതുകൊണ്ടാ. ഞാൻ പറയുന്നത് ചേച്ചി കേട്ട് കഴിഞ്ഞാ ചേച്ചിക്ക് എല്ലാം മനസ്സിലായിക്കോളും. മനസ്സിലാക്കാൻ പറ്റാത്ത വിധം വലിയ കാര്യമല്ല. കാര്യങ്ങൾ മനസ്സിലാകാതിരിക്കാൻ ഞാൻ ചെറിയ കുട്ടിയല്ല. സത്യം എന്താണെന്ന് ചേച്ചിയും കൂടി അറിയണമല്ലോ. കള്ളങ്ങളെല്ലാം സത്യമായിക്കൊണ്ടിരിക്കുന്നു, സത്യമെല്ലാം കള്ളമായിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുവോ? അപ്പോ ചേച്ചിക്ക് എന്നെ വിശ്വാസമില്ലല്ലേ? എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ലാത്ത അവസ്ഥയായപ്പോ. രാവിലെ ആന്റി പറഞ്ഞപ്പോ ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. ഭാവനേട്ടത്തേക്കും വസുവേട്ടത്തേക്കും ഇടയിൽ ഇപ്പോ അകൽച്ചയുണ്ട്. ഭാവനേട്ടത്തിയുടെ വാക്കുകൾ ഇപ്പോ ചാട്ടുളി പോലെയാണ്. ഓരോ വാക്കും വസുവേട്ടത്തിയുടെ നെഞ്ചു തുളയ്ക്കുന്നുണ്ട്. എന്തിനാ ചേച്ചി
നനഞ്ഞ തുണികളൊന്നും തീരെ ഉണങ്ങിയിട്ടില്ലാന്ന് എന്നോട് കള്ളം പറഞ്ഞത് എന്നെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുകയാണോ? ആ വേദന ഇനിയും വളർന്നു വലുതാകും ആന്റി. നമ്മൾ തീ കൊളുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവർക്കിടയില് ഇപ്പൊ തന്നെ തീപ്പൊരി ഉണ്ടായിട്ടുണ്ട്. ഒരമ്മയുടെ ഉദരത്തിൽ പിറന്ന ചേച്ചിയും അനിയത്തിയും പോലെ നമ്മൾ ഒന്നായിരുന്നില്ലേ? നമുക്കിടയിൽ ഇങ്ങനൊരു മതില് എന്തിനാ ചേച്ചി? അവർക്കിടയിൽ ഇപ്പോ ചൈനയുടെ വൻ മതിൽ പോലെ ഒന്ന് ഉയർന്നിട്ടുണ്ട്. ഇപ്പോ അവർക്കിടയിൽ പച്ചപ്പുല്ല് ഇട്ടാ പോലും ആളിക്കത്തും. അങ്ങനെയൊന്നും ഇല്ല കാർത്തികേ. ആ വസുവിനെ നീ കുറച്ച് കാണരുത്. അവൾ ആളത്ര മോശമല്ല. ചേച്ചി ഇങ്ങനെ പെരുമാറിയ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ചേച്ചിയിൽ നിന്ന് അകന്നിരിക്കാൻ എനിക്ക് പറ്റില്ല. ഭാവനയോട് വീണ്ടും അടുക്കാനായി ആ വസു എന്ത് വേണേലും ചെയ്യും. പക്ഷേ ഭാവനയെടുത്തി അവരുടെ വാക്ക് കേൾക്കണമല്ലോ. പക്ഷെ അവരത് കേൾക്കുന്നില്ലല്ലോ. ചേച്ചി എന്നെ അടിച്ചാലും വഴക്ക് പറഞ്ഞാലും എനിക്ക് സഹിക്കാൻ പറ്റും. പക്ഷെ ചേച്ചി പിണങ്ങിയിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ചേച്ചിയുടെ സ്നേഹമില്ലാതെ എനിക്ക് പറ്റില്ല. ചേച്ചിയില്ലാതെ എനിക്ക് പറ്റില്ല. ഒരു കാരണവശാലും വസു ഭാവനയെ വിടാൻ പോകുന്നില്ല. ഭാവനയുടെ നല്ല സ്വഭാവം വെച്ച് അവളുടെ ദേഷ്യം എല്ലാം ഉരുക്കി പോവും. വീണ്ടും അവർ ഒന്നിക്കുകയും ചെയ്യും. ഇതിനു മുൻപ് നമ്മൾ എങ്ങനെയായിരുന്നോ അതുപോലെ ആകാനായിട്ട് ഞാൻ എന്ത് മാർഗം വേണമെങ്കിലും ചെയ്യും. പക്ഷെ ആ തെറ്റ് അങ്ങനെ വിടാൻ എനിക്ക് പറ്റില്ല. ഞാൻ എന്തിനങ്ങനെ ചെയ്തേന്ന് ചേച്ചിയോട് ഞാൻ പറഞ്ഞിരിക്കും. അവര് തമ്മിൽ ഒന്നായ നമുക്കത് പ്രോബ്ലം അല്ലേ? ഇപ്പൊ എന്ത് ചെയ്യും ആന്റി? എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ഏത് വലിയ പ്രശ്നം വന്നാലും അതിനുള്ള പരിഹാരം എന്റെ കയ്യിൽ കാണും കാർത്തികേ. ആ അനു, പെൻസിൽ എന്റെ എഴുത്താ. ഞാൻ ഷാർപ്പ് ചെയ്ത് തരാം നിനക്ക്. അതെന്റെ ആവശ്യമില്ല, എനിക്ക് ചെയ്യാൻ അറിയാം. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. നീ ഉണ്ണിക്ക് കൊടുക്ക്. എന്ന് ആര് പറഞ്ഞു? എനിക്ക് പറ്റും, നോക്ക്. എന്തിനാ ചിരിക്കുന്നേ? ഇതുകൊണ്ടല്ലേ നിന്നെ കൊണ്ട് പെൻസിൽ ഷാർപ്പ് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് പറ്റും പറ്റും പറ്റും. ചുമ്മാ പെൻസിൽ വേസ്റ്റ് ആക്കാതാനോ. ഞാൻ പറയുന്ന കേട്ടിങ്ങിത്താ. ഞാൻ ഷാർപ്പ് ചെയ്ത് തരാം നിനക്ക്. ഇതുകൊണ്ടാ നിന്നെ കൊണ്ട് പറ്റില്ല, ഉണ്ണിയുടെ കൊടുക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ ഹോംവർക്ക് ചെയ്യില്ല. അങ്ങനെ പറയാതെ അനു. പറഞ്ഞ നിനക്കെന്താ? ഞാൻ ഹോംവർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. നീ ചെയ്യണ്ട. നിന്നെ ടീച്ചർ വഴക്ക് പറഞ്ഞോളൂ. ടീച്ചർ വഴക്ക് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ വരില്ല. പക്ഷെ ഞാൻ നിന്നെ സ്കൂളിലോട്ട് കൂട്ടിക്കൊണ്ടു പോവും. എങ്ങനെ കൂട്ടിക്കൊണ്ടു പോവും? ഇപ്പൊ ഞാൻ അച്ഛനെ ഫോൺ ചെയ്തിട്ട് നീ ഹോംവർക്ക് ചെയ്യാതിരിക്കുന്ന കാര്യം പറഞ്ഞു കൊടുക്കും. അച്ഛൻ വന്നിട്ട് നിനക്ക് പണിഷ്മെന്റ് തരും. എന്നാ ഫോൺ ചെയ്. കീർത്തി, അച്ഛന്റെ ഫോൺ നമ്പർ പറ. 99.
ഞാനും ഹോംവർക്ക് എഴുതി തീർത്തു. എന്റെ ഹോംവർക്കും കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് TV കാണാം. നിന്റെ മകന് വേണ്ടി എന്റെ മകന്റെ ജീവൻ കളയണോ? ഇവൻ കാരണമല്ലേ അബിക്ക് ഷോക്ക് ഏൽക്കേണ്ടി വന്നത്. ഇനി എന്തൊക്കെ ആപത്തുകളാ ഇവൻ കൊണ്ടുവരാൻ പോകുന്നേ? TV വേണ്ടാനോ? അതെന്താ? അത് നമുക്കാർക്കെങ്കിലും ഷോക്ക് അടിക്കുവാണെങ്കിൽ അമ്മമ്മ നമ്മളെ വഴക്കു പറയില്ലേ? അതെ, പാവം. അന്ന് അമ്മുമ്മ ഉണ്ണിയെയും ഉണ്ണിയുടെ അമ്മയെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അപ്പൊ TV അല്ലാതെ വേറെ എന്ത് ചെയ്യാ? നമുക്ക് ആനകളി കളിച്ചാലോ? അതിന് നമുക്ക് ആനയുടെ ആവശ്യമുണ്ടല്ലോ. അതിന് ഞാനുണ്ടല്ലോ. നിങ്ങൾ എന്റെ മുതുകത്ത് കയറിയിരിക്കെ, ഞാൻ നിങ്ങൾക്ക് ആനകളി കാണിച്ചു തരാം. ഫസ്റ്റ് ഞാനാ. മതിയാക്കെന്റെ ഉണ്ണി. താങ്ക് യു ഉണ്ണി. എന്തിനാ നീ ഇവർക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നത്? എന്തെന്ന് വെച്ചാ ഇവരെന്റെ അനിയത്തിമാരല്ലേ അപ്പൂപ്പ. ഇവരുടെ ചേട്ടൻ എന്ന നിലയ്ക്ക് ഞാൻ അവരെ സന്തോഷിപ്പിക്കണ്ടേ? കണ്ടില്ലേ അവരെന്താ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നേന്ന്. ഇവര് ഹാപ്പി ആയിട്ടിരുന്നാ ഞാനും ഹാപ്പി ആയിട്ടിരിക്കും അപ്പൂപ്പ. ഓക്കെ മാഡം. താങ്ക് യു. ശരി മാഡം. വസുവേട്ടത്തിക്ക് എന്തോ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. അതെന്ത് പാക്കേജാ? ഇനിയിപ്പോ ഈ വീട് താറുമാറാക്കാൻ ബോംബ് വല്ലതാണ് ഓർഡർ ചെയ്തത്?